കടയിൽ 2-3 പൊറോട്ട ബാക്കിയായിരുന്നു. ഞാനതെടുത്ത് വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് രാത്രി കഴിക്കാമല്ലോ എന്നോർത്ത്. പിന്നെ ഇതിൻ്റെ കറി മാത്രം ഒപ്പിച്ചാൽ മതിയല്ല. അങ്ങനെ ഞാനോർത്തേ സിമ്പിളായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തിട്ടാ. വേറെ ഒന്നുമല്ല, രാത്രി കിടക്കുമ്പോഴേ ഈ അധികം മസാലയൊക്കെ ഇട്ടുള്ള കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നെഞ്ചരിച്ചിലെടുക്കും, കിടന്നുറങ്ങാൻ പറ്റില്ല ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടിട്ട് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയായിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി ഇതിലേക്ക് 2 കഷ്ണം പട്ടയും 2 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വറുത്ത് വന്നപ്പോഴേക്കും ഞാൻ ഇതിലേക്കില്ലേ 3 സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 സവാള എന്ന് പറഞ്ഞാൽ വലിയ സവാളയൊന്നുമില്ല കേട്ടോ, ഒരു ചെറിയ സവാളയാണ് ഇട്ട് കൊടുത്തേക്കണത്. ഈ ഒരു മുട്ടക്കറി എന്ന് വെച്ചാലേ നേരത്തെ ഞാൻ ജോലിക്ക് നിന്ന വീട്ടിൽ ഇതേപോലെ അല്ലായിട്ട് ഉണ്ടാക്കിയേക്കണത്. ഒരു മഞ്ഞ കളറ് ആണ് ഉണ്ടാക്കിയേക്കണത് പൊട്ടിച്ചൊഴിച്ചിട്ട്. അപ്പം ഞാൻ ഓർത്ത് അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആക്കിയിട്ട് മഞ്ഞപ്പൊടി ഒന്നും ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കണേണ്ട. അപ്പോൾ സവാള ഇതുപോലെ ഒന്ന് വഴണ്ടി വന്നപ്പോഴേക്കും ഒരു തക്കാളി നല്ല പഴുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അതൊക്കെ അവിടെ കിടന്ന് വഴണ്ടട്ടെ. അതിനിടെ നമുക്ക് കുറച്ചില്ലേ തേങ്ങ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോഴേ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ലേശം ഒരു 1/4 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം അരിഞ്ഞതായാലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ കയ്യിലുള്ളത് കാരണം അങ്ങനെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെ അതേ ഒരു 5 പച്ചമുളക് നെടുകെ പിളർന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകും ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കറിവേപ്പില പറയാൻ മറന്നുപോയി. അപ്പോൾ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുക്കുമ്പോഴേ നമ്മുടെ ഈ പച്ചമുളകിൻ്റെ ഇല്ലേ പച്ച കളറൊന്ന് മാറരുത് കേട്ടോ. അപ്പോൾ അതേപോലെ വഴറ്റിയെടുക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും പച്ച കളർ എങ്ങനെ മാറാണ്ട് കിട്ടുമെന്ന്. അധികം അങ്ങോട്ട് ഇല്ലേ തീ കൂട്ടിയിട്ടിട്ട് വഴറ്റാണ്ടിരുന്നാൽ മതി, പച്ചക്കളർ അതേപോലെ കിടന്നോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മറ്റേ കുരുമുളക് പൊടിയും 1 സ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തേങ്ങ അടിച്ചെടുക്കാൻ പോയില്ലേ, അത് പാലിന് വേണ്ടിയിട്ടായിരുന്നേ. അപ്പോഴാണ് ഞാൻ അടിക്കാൻ പോയപ്പോൾ ഓർത്ത ഈ തേങ്ങ കുറവാണല്ലോ എന്ന് ഓർത്തിട്ടാ. അങ്ങനെ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ടെടുത്തതിന് ശേഷമാണ് ഇത് അടിച്ചെടുത്തത്. എന്നിട്ട് ആദ്യത്തെ പാൽ കട്ടിയായിട്ട് മാറ്റിയും വെച്ച് രണ്ടാമത്തെ പാലായിട്ട് ഞാനിത് ഒഴിച്ചു കൊടുത്തത്. കാരണം രണ്ടാമത്തെ തേങ്ങ ഇടണമെന്ന് നിങ്ങളോ കാണിച്ചൊന്നും തരണ്ട, അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരല്ലേ, പറഞ്ഞ് മനസ്സിലാക്കി തരാമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 5 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നുമല്ല കേട്ടോ. ചാറ് ഞങ്ങൾക്ക് കുറച്ച് മതി. പിന്നെ കൂടുതൽ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ കുറച്ചും കൂടി എടുത്തിട്ട് രണ്ടാമത്തെ തേങ്ങാപ്പാലല്ലേ കുറച്ച് അധികം ഒഴിച്ചിട്ട് വേണം കേട്ടോ മുട്ടക്കറി ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തികയൂല. അതുകൊണ്ടിട്ടാണ് ഈ പറയണത്. പിന്നെ പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ മുട്ട ഇതിലേക്ക് ഒഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അല്ലാതെ നേരെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ ചിലപ്പോൾ മുട്ട വല്ല ചീത്തയാണെങ്കിൽ പിന്നെ കറി മൊത്തത്തിൽ പോകും കേട്ടോ. കുറച്ച് നേരം ഞാൻ അടച്ചു മൂടി വെച്ചതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ പാലില്ലേ അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വിട്ട് തിളപ്പിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിതിൽ ലേശം കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രം ഇട്ടിട്ടുള്ളല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഇറക്കണ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചതച്ച മുളകും കൂടി ഇങ്ങനെ കുറച്ചിങ്ങനെ വിതറി കൊടുത്ത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ, ഒന്ന് കഴിക്കുമ്പോൾ ഇച്ചിരി ഒന്ന് കടിക്കാനും കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടുണ്ടാ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ അവിടുത്തെ ഭംഗി ഒട്ടും കുറക്കണ്ടെന്ന് ഓർത്ത് അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുന്ന പച്ചമുളക് അങ്ങോട്ട് നെടുകെ പിളർന്നാൽ കൂടി അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്ത്. സത്യം പറഞ്ഞല്ലേ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നില്ലേ നമ്മളിതില്ലേ പുട്ടിൻ്റെ കൂടെ കഴിക്കണ്ട കേട്ടോ. കാരണം പുട്ടിൻ്റെ കൂടെ ഇത് കോംബോ അല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് കോംബോ ആയിട്ട് തോന്നണില്ല. പക്ഷേ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും പിന്നെ പൊറോട്ട ചപ്പാത്തി പത്തിരി എന്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പേരിട്ടേക്കണ എന്താണെന്നറിയാമോ, പൊട്ടിച്ചൊഴിച്ചാൽ മുട്ട സ്റ്റൂ അങ്ങനെ ഇടാല്ലേ. ഞാൻ നോക്കിയിട്ട് സ്റ്റൂവിൻ്റെ എല്ലാ പരുവത്തിലും ഇത് കിട്ടിയിട്ടുണ്ട്, ആ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ആ പേരാണ് ഇട്ടേക്കണം. അപ്പോൾ എപ്പോഴും ഒരേ ടൈപ്പിലും ഒരേ ടേസ്റ്റിലും മുട്ടക്കറി ഉണ്ടാക്കാണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചൊന്നും അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്ക സ്റ്റൂ ആണിത്. മുട്ടക്കറി എന്നാണ് എൻ്റെ വായിൽ വന്നത്. പോട്ടെ, നമ്മുടെ ഉപ്പുംപുളിയും കൂട്ടണ നാക്കും വായൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വഴങ്ങി കിട്ടൂല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.